നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് ഗൊഗോയ് അവர்கள் ചാർജ് എടുത്തു. ഇന്ത്യയിലെ രണ്ടാമത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആദ്യത്തെ നമ്മുടെ മലയാളിയെ ബാലകൃഷ്ണൻ, രണ്ടാമത് ഗൊഗോയ്. അദ്ദേഹത്തെ എല്ലാവിധ അനുഗ്രഹാശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. മറ്റൊന്ന്, എൻ്റെയൊക്കെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രിയ സുഹൃത്തും നാട്ടുകാരുമായിരുന്ന ഞങ്ങൾ കുഞ്ഞേട്ടെന്ന് വിളിക്കുന്ന പി.കെ. വർഗീസ്, 90 വയസ്സ്, പാനായിൽ അദ്ദേഹം 2 ദിവസം മുൻപ് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ സ്ത്രീ സംവരണ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അത് നിയമത്തിന് ആവശ്യമില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒരു പ്രസ്താവന മതി. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ വനിതകൾക്ക് 30%, 40%, 50% അത് കൊടുക്കും എന്നൊരു പ്രസ്താവന നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങനെ ചെയ്യുകയും ചെയ്താൽ ഒരു പാർട്ടി മരിക്കും, എല്ലാ പാർട്ടിയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ പ്രധാനമന്ത്രിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിളിച്ചു കൂട്ടിയിട്ട് ഈ തീരുമാനം പറയുക, അവർ ധാരണ എത്താം, നമ്മളെല്ലാവരും സ്ത്രീകൾക്ക് ഇത്ര ശതമാനം സംവരണം എല്ലാം തിരഞ്ഞെടുപ്പിൽ കൊടുക്കും. പക്ഷെ അതിൽ മുന്നോക്കൊക്കെ ചേർത്ത് പറയണം. അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഇതിപ്പോൾ നിയമം ഉണ്ടാക്കി ഇത്രയും പാടുണ്ടാക്കിയിട്ട് എത്ര വലിയ തീരുമാനമായോ? ഇനി 31, 36 ആകണം. അതിലെന്തെല്ലാം മാറ്റം വരും? എത്രയോ വനിതകളുടെ അവകാശം നഷ്ടപ്പെടും. കാരണം പ്രായമായി പോവില്ലേ? അപ്പോൾ അതൊന്നും ആത്മാർത്ഥതയുള്ളല്ല. അതുപോലെ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ CPM പറഞ്ഞ് 2 പ്രാവശ്യം കൂടുതൽ മത്സരിക്കാൻ ജയിച്ച സ്ഥാനം കൊടുക്കില്ല. ഇതിനെ സംബന്ധിച്ച് നമുക്കത് 3 പ്രാവശ്യം ആക്കാം. 3 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചവരെ ഒഴിവാക്കണം. 60 വയസ്സിന് മുകളിലുള്ളവരെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന്, അല്ലാതെ സ്ഥാനമാനങ്ങൾ മരിക്കോളം ആരോഗ്യം കൊണ്ട് ചെയ്യാം. അതിന് പ്രായമൊന്നും ചെയ്യണ്ട. ഈ 2 കാര്യവും UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ നടപടിയിൽ എത്തിച്ചില്ലെങ്കിൽ ഈ വോട്ടർമാർ തീരുമാനം എടുക്കും. അത് മനസ്സിലാക്കണം. വോട്ടർമാർ അവരെന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടിക്കാരൻ, ഏത് മുന്നണിക്കാരാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യില്ല, മറിച്ചുള്ളവർക്ക് വോട്ട് ചെയ്യും. കാരണം ഇവിടെ പാർട്ടികളുടെ വോട്ട് കിട്ടിയല്ല ജയം തോൽവി ഉണ്ടാകുന്നത്. ജയം തോൽവിക്ക് നിഷ്പക്ഷപതികളുടെ വോട്ട് കിട്ടിയാണ് ഈ ബാലൻസ് കീപ്പ് ചെയ്യണത്. ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 3 പ്രാവശ്യം ജയിച്ചവരും 60 വയസ്സ് കഴിഞ്ഞവരെ കഴിയുന്നും UDF സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ബുദ്ധിപൂർവ്വം പറയാണ്. ഇലക്ഷൻ മുറിവ് വരുമ്പോൾ രാഷ്ട്രീയത്തിന് പുറത്തുള്ളവർ തീരുമാനം എടുക്കും. രാഷ്ട്രീയത്തിലുള്ളവരും തീരുമാനിക്കുക, അത് എടുക്കും രഹസ്യമായിട്ട്, അല്ലാത്തവരും എടുക്കും. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്നവർ ഈ പറഞ്ഞ തീരുമാനത്തിൽ പുറത്തുള്ളതാണെങ്കിൽ അവർക്ക് കൂട്ടിയാൻ തീരുമാനിച്ചാൽ വെള്ളം കുടിക്കും. അതുകൊണ്ട് UDFും ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 3 പ്രാവശ്യത്തിൽ കൂടുതൽ 3 പ്രാവശ്യം ജയിച്ചവരെയും 60 വയസ്സ് കഴിഞ്ഞവരെയും പരമാവധി ഒഴിവാക്കണം. ഒരു ചില എക്സെപ്ഷൻ ഉണ്ടാകും. അതിപ്പോൾ നമുക്കറിയാമല്ലോ, കാര്യങ്ങൾ മനസ്സിലാവും. ഇതിപ്പോൾ എന്താണ്, 8 പ്രാവശ്യം ഞാൻ MP ആയി, MLA ആയി, മന്ത്രിയായി. എവിടെ എനിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം? ചോദിക്കുകയാണ്, എനിക്ക് എവിടെ പ്രസിഡന്റ്? അങ്ങനെ ചോദിച്ചാൽ ഒരാളേ ഉള്ളൂ, മഹാൻ KV തോമസ് മാഷ്. പ്രായമായി എന്ന് പറയുന്നത്, പ്രായമായത് എൻ്റെ കുറ്റാണ്. ഇതിൻ്റെ തറവാട്ട് സ്വത്ത് പോലെ, അമ്മായിപ്പൻ്റെ സ്വത്ത് പോലെ. കൊടിക്കുന്നിൽ സുരേഷ് വരാണ്. നിങ്ങൾ ലിസ്റ്റ് നോക്കൂ, ഏതെങ്കിലും ദളിതനുണ്ടോ? ന്യായമാണത്. എടോ, ദളിതർ മാത്രമല്ല, ഇനി 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് TO ബാബുച്ചായിട്ട് ഒരാൾ വന്നിട്ടുണ്ടോ? അസൻ വന്നു, അസൻ ആരംഗീകരിക്കുന്നു, അത് താൽക്കാലികമല്ലേ ഉള്ളൂ. അത് ദളിതിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാം. അത് എനിക്ക് വേണമെന്ന് പറയുന്നത് അവിടെയാണ് പക്ഷേ എനിക്ക് സ്ഥാനം പോരാ. ഈ തവണ എന്താണ്, അസംബ്ലിയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് എന്നാൽ തീർച്ചയായിട്ടും BJPക്ക് വേണ്ട വോട്ട് മറിച്ച് തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക ജനങ്ങൾ. തോൽപ്പിക്കാൻ അപ്പൊ ഇദ്ദേഹത്തോട് മാത്രമേ തറപ്പെന്ന് ഒരു പാർട്ടിക്കൊന്നും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നീ സ്വന്തം കാര്യം നോക്കാനല്ലേ. അതാണ്
മറ്റുള്ളവർ 8 വർഷം എന്നാലും പാർട്ടി എന്തെങ്കിലും ചെയ്യും. ഈ പുള്ളി എന്താ പാർട്ടി എന്താണ്? കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു 10 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഒരു കൊടിക്കുന്നിൽ സുരേഷ് മാത്രം എല്ലാ സുരേഷ്മാർക്കും, എല്ലാ മുഹമ്മദ്മാർക്കും, എല്ലാ യാക്കൂബുമാർക്കും ഇത് പിന്നെ ബാധ്യതയാണ്. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്നുകൂടി പറയാണ്. പരമാവധി 5, 10, 15 പ്രാവശ്യം MLA MP ആയ എനിക്ക് സ്വീകരണം നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഫ്ലെക്സ് കേരളത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഫ്ലെക്സിൽ കരിയോലോ ചാളുമള്ളോ ഇറക്കും. ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ, നിങ്ങൾ വിചാരിക്കട്ടെ കുറച്ചോളം പ്രവർത്തകർ തികച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫോട്ടോയിൽ ചാണകവെള്ളം അല്ലെങ്കിൽ പിന്നെ കരിയോലോ ഒഴിക്കും. കാരണം അതൊരു യോഗ്യതയല്ല, മറ്റുള്ള അവകാശം കൈയെടുക്കുകയാണ്, തട്ടിപ്പ് വഞ്ചന എന്ന് പറഞ്ഞത്. കാരണം നിങ്ങളെപ്പോലെ അവകാശമുള്ളതാണ് മറ്റ് മെമ്പർമാരും മറ്റ് പാർട്ടി പ്രവർത്തകരും ഉള്ളത്. അവർക്ക് കൊടുക്കാതെ ഒരു ഉമ്മൻചാണ്ടി, ഒരു വയലാർ, ഒരു പിന്നെ മാണി, ഒരു കുഞ്ഞാക്ക എത്ര വർഷമായി ഈ മുഖം കണ്ട് വെറുത്തൊടിയുന്നേ. ഒരു മാറ്റം വേണ്ടേ? ഈ കുഞ്ഞാക്ക മുസ്ലിം കുഞ്ഞാക്ക തങ്ങളൊരു മരിച്ച ഭാര്യമാർ മരുന്നുണ്ട്. എത്ര വർഷമായിട്ടോ നിങ്ങൾക്ക് ഇത് വന്നത്? നിങ്ങൾക്ക് മുഖം കണ്ടുകൊണ്ട് മടുത്തു. ഉമ്മൻചാണ്ടി ഇവർ പോയി, മാണി സാറും പോയി, അവർ മുഖം മടുത്തു. ഇപ്പം മുരളീധരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂര്, ഇവർക്കെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വേണം, നിങ്ങൾ അവകാശമാണെന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ ഇവരൊക്കെ മുട്ടുകാല് തല്ലിപിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ. പാർട്ടി പ്രവർത്തകരെ നിങ്ങൾ ആത്മാർത്ഥ രാജ്യസ്നേഹികളാണെങ്കിൽ ഇങ്ങനെ ആ സ്ഥാനമങ്ങൾ ചോദിച്ചു വരുന്നവരടുത്ത് അവരെ മുട്ടുകാല് തല്ലിപിടിക്കണം. എന്ത് കേസോ തന്നെ വെള്ള തല്ലിപിടിക്കണം. മുരളി ഇപ്പം പ്രതിപക്ഷ നേതാവാക്കാൻ പറഞ്ഞു നടക്കുകയാണ്. അതൊരു ചാനൽ വെച്ചിട്ട് ചാനലോട് പറയിപ്പിക്കുകയാണ്, മുരളി ദൈവമാണ്. എവിടെ എന്ത് ദൈവം? എടോ, നിങ്ങൾക്ക് കിട്ടാവുന്നൊരു പരമാവധി കിട്ടിയില്ലേ? മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ചു ബാക്കി എല്ലാം കിട്ടിയില്ലേ? രമേശ് കിട്ടിയില്ലേ? ശശി തരൂർ 4 പ്രാവശ്യം ആയില്ലേ? KC വേണമല്ലായില്ലേ? ഇതെങ്കിലും നിങ്ങൾക്ക് മാത്രം മതിയോ? ഇത് എല്ലാവർക്കും വേണ്ടേ? പണ്ട് EMS പറഞ്ഞ് ഇടത്തേക്ക് ഇറക്കി എല്ലാവർക്കും മുഖ്യമന്ത്രി ആകാന്ന് പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും വേണ്ടി. നിങ്ങളിപ്പോൾ തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകർ കൊടി പിടിച്ചും കഷ്ടപ്പെട്ടും ക്ഷയരോഗം പിടിച്ചും എത്ര മരിച്ചുപോയി, ഇപ്പൊ എത്ര അവശയായി കിടക്കുന്നു. അവർക്ക് അവശം കിട്ടണ്ടേ? ഇന്ന് ഏതൊരു ചർച്ചയാണ്. മുൻ KPC പ്രസിഡന്റുമാരെ അംഗീകരിച്ചില്ല, അവർക്ക് ചോദിച്ചില്ല, അവർ പിണങ്ങിയാണ്. പോയി പണിയൊക്കെ പറയുന്നേ. മുല്ലപ്പള്ളി രാമനെ പിണങ്ങി വിചാരിക്കുക. എന്ത് കോപ്പാണ് ഇന്ത്യൻ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൽ UDF പറ്റുന്നത്? അല്ലെങ്കിൽ ഈ സുധാകരൻ പോയി വിചാരിക്കുക എന്താ കിട്ടുന്നത്? സുധീരൻ പോയി നോക്കുക എന്താ കിട്ടുന്നത്? ഇനി മുരളീധരൻ പോയി നോക്കുക, രമേശ് പോയി പോണൊരു പോട്ട് നോക്കണം. അവർ വിചാരിച്ച ഒരു ചുക്ക് നടക്കില്ല. അവർ കൂടെ 10 ആളില്ല. അവരെ കൂടുതൽ ആൾക്കാർ എന്നുകൊണ്ട് ഇവിടുത്തേക്ക് 40% മുസ്ലിങ്ങളെ മാത്രമാണ്. അവരെ ജാതിപ്പെട്ട് 10 ആളില്ല, കൂടെ ഇല്ല. ഈഴനില്ല, നായരില്ല, ക്രിസ്ത്യാനിയില്ല. പിന്നെ പോയ പോട്ട് നിൽക്കും. അപ്പോൾ ഒരാളങ്ങനെ പോയാൽ 100 ആൾ വേറെ വരുന്നേ. നമ്മുടെ വലത് കൈക്ക് സ്വാധീനം കുറച്ച് സ്വാഭാവികമായിട്ട് എടുത്ത കൈ സ്വാധീനം ഉണ്ടാവും. അത് പ്രകൃതി തത്വമാണ്. അപ്പോൾ ഒരു രമേശ് ഞങ്ങൾ പോട്ടെന്ന് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു സുധീരൻ പോട്ടെന്ന്, ഒരു മുല്ലപ്പള്ളി അവർ ചെയ്യാതെ BJP പോട്ടെന്ന്. അങ്ങനെ അഴുക്ക് ചാലുകൾക്ക് BJPയിലേക്ക് പോട്ടെ, LDFയിലേക്ക് പോലും എടുക്കില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ക്ലീനായി. ലക്ഷം പ്രവർത്തകരുണ്ടല്ലോ, അവർ വികാരത്തിന് പരിഹാരവും അവർ സപ്പോർട്ട് ചെയ്യും, അവർക്ക് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യും. ഇത് എന്താണ്? എന്ത് വരുമ്പോഴും ഏത് ഇലക്ഷൻ വന്നാലും രമേശ് ചെന്നിത്തല, VM സുധീരൻ, പിന്നെ മുല്ലപ്പള്ളി, KV തോമസ് പോയി, PC ചാക്കോ പോയി, KC വേണുഗോപാൽ. നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂണിയൻ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് തീരുമാനം എടുത്ത് ഒരു പ്രമേയം പാസ്സാക്കിക്കൂടാ? 3 പ്രാവശ്യം ജയിച്ചവർക്ക് ഇനി സ്ഥാനാർത്ഥി വരില്ല. പാർട്ടി ഭാരവാഹിക്കാണ്ട് കുഴപ്പമില്ല, അത് മരിക്കോളാം, ആരോഗ്യം ഉണ്ടായത് സ്ഥാനത്ത് എല്ലാവർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് LDF പ്രയോഗത്തിൽ എത്തി വിജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വെറുതെ അല്ല അവർ അടുത്ത ചാൻസ് കിട്ടുകൊണ്ട് അവർ ഈ പിന്നെ എന്താണ് വയോവൃദ്ധരെയൊക്കെ മാറ്റി 2 പേർക്ക് 3-ാം ചാൻസ് കൊടുത്തില്ല. പിണറായിക്ക് മാത്രം കൊടുത്തു, ബാക്കി കൊടുത്തില്ല. അങ്ങനെ തീരുമാനം എടുക്കണം. അപ്പോൾ ജനങ്ങൾ കൂടെ ഉണ്ടാവും. അതെടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഏതാണ്ട് AICC എടുത്ത തീരുമാനങ്ങൾ ഏതാണ്ട് പ്രാക്ടിക്കൽ പ്രായോഗികമായിട്ടുള്ളതാണ്.
അത് വന്നതോടുകൂടി കൗമുദി ചാനൽ, ഈഴവ ചാനൽ, മറ്റു ചാനൽ, മറിച്ച് ചാനൽ, ABC, UBC എല്ലാം അങ്ങോട്ട് കോൺഗ്രസ് തകർന്നു പോയി. ഇതിനകത്ത് ജയശങ്കർ വക്കീൽ പറഞ്ഞ് കോൺഗ്രസ് ശിഥിലമായി എന്ന്. എൻ്റെ ജയശങ്കർ വക്കീലെ ഞാൻ പേരെടുത്ത് പറയാണ്, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നും കേരളത്തിൽ കോൺഗ്രസ് ചുക്കും പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാൻ കണക്ക് പറയാം. ജയശങ്കർ ബാബുവിൻ്റെ വക്കീല്, ജയശങ്കർ വക്കീൽ ഇന്ന് ഇറാഖ് അല്ല തുർക്കി ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ കൊടുത്തു. തെറ്റ് തന്നെയാണ്. ഞാൻ പറയുന്നത് തുർക്കിയോട് ഞങ്ങൾ പറയുന്നറിയോ, അത് നിങ്ങൾ ചെയ്യണ്ടായിരുന്നു. നിങ്ങൾ പക്ഷം പിടിക്കണ്ട, നിഷ്പക്ഷം എന്ന് മതിയായിരുന്നു. അത് നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് തുർക്കിക്ക് എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് എതിർക്കുക, അല്ലെങ്കിൽ ആയുധം പൈസ കൊടുത്ത് വാങ്ങിയത് വിറ്റാണ്. അതിൽ കാര്യം ഇപ്പം ചൈന ആദരം കൊടുത്തിട്ടുണ്ട്, അമേരിക്ക ആയുധമൊക്കെ ഉണ്ട്. പക്ഷെ തുർക്കിയുടെ ആയുധം മാറ്റി വിട്ടപ്പോൾ ചില അഭിപ്രായ വ്യത്യാസം വന്നു. എന്തുപോകട്ടെ, തുർക്കിക്ക് അത് ചെയ്യണ്ടായിരുന്നു. ഇന്ത്യ പോലെ ആയുധത്തോടെ എതിർക്കേണ്ട കാര്യം ഉണ്ടായില്ല. അതുപോട്ടെ. അപ്പോൾ ജയശങ്കർ വക്കീൽ പറയണം, ഞാൻ പറഞ്ഞുതരാം വക്കീൽ കേൾക്കൂ. വക്കീൽ ശാന്തനും മിടുക്കനും സമാധാന പ്രേമിയാണ്. അത് കുറേ ദൂരമുള്ള ആളാണ്. ഞാനോട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ എടുത്തുകൊണ്ട് പറയുന്നത്, ജയശങ്കർ വക്കീൽ CPയുടെ ആളാണെന്നാണ്. പക്ഷെ നിങ്ങൾ കോൺഗ്രസിനും RSനും ഒരേപോലെ കാണുന്നു. ഞാൻ കോൺഗ്രസ് മീറ്റിംഗിലും പങ്കെടുക്കും, RSന്റെ യോഗത്തിലും പങ്കെടുക്കുന്നു. അപ്പോൾ RSനും കോൺഗ്രസും ഒരുപോലെ നിങ്ങൾക്ക്. അപ്പം മനസ്സിലായി നിങ്ങളുടെ നേച്ചർ ഓഫ് ലിവിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഇതാ കേൾക്കൂ. ഇത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ കേൾക്കണം. ആരെയും കൊച്ചാക്കരുത്. ഇപ്പോൾ ജയശങ്കർ വക്കീൽ പറഞ്ഞ് കോൺഗ്രസ് ശിഥിലമാകും, നാളെ ഇല്ലെങ്കിൽ 31 BJP അധികാരത്ത് വരും. നല്ല ആശയം, നല്ല ആഗ്രഹം, അത് തെറ്റൊന്നുമില്ല. ഇത് CPIയുടെ ആളെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ല CPIക്ക് എന്തുമാത്രം ജനാധിപത്യം, മതേതത്വം സൂക്ഷിച്ചുകൊണ്ടെന്ന്. CPIയുടെ കാര്യം മനസ്സിലായില്ലോ. കാരണം ജനതാദൾ BJP പോയിട്ട് എത്ര നാളായി. എന്നിട്ട് ഇപ്പോൾ ആ പാർട്ടി തന്നെ മന്ത്രിസഭ നിർത്തല്ലേ പിണറായി സഖാവ്. അപ്പോൾ പിണറായി സഖാവിന് എന്ത് BJP വിരോധം, എന്ത് RS വിരോധം ഇല്ല. അതിന് NCPയുടെ മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ ആരും മിണ്ടുന്നില്ലല്ലോ. പണ്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ഒന്നും പുറത്താക്കിയ ആൾക്കാരാണ്. അതില്ല. ഇനി കണക്കുകൾ ഉദ്ധരിക്കാം, തെറ്റ് നിങ്ങൾ തിരുത്തിക്കും. ഞാൻ ഒരിക്കൽ പലരും ഈ സംശയം ചോദിക്കുന്നു, ഒരിക്കൽ പറയാണ്. ഒന്ന്, ഈഴവ വിഭാഗം എടുക്കുക. ഈഴവ വിഭാഗം കേരളത്തിൽ ഇന്ന് ചില ചാനലുകളിൽ ഏറ്റവും കൂടുതലുള്ള ഈഴവ വിഭാഗമാണ്. ചില പത്രപ്രവർത്തകരുടെ ചരിത്രം പഠിക്കുക, കണക്ക് നോക്ക്. അതുപോലെ ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വിഭാഗമാണ് ഈഴവ എന്ന് പറഞ്ഞോ എനിക്കിപ്പോൾ നോക്കണം. പക്ഷെ എല്ലാവരും പറയുന്നത് ഈഴവ വിഭാഗം 23% ഉള്ളത്. മുസ്ലിങ്ങൾ 40 അടുത്തെന്നാണ് സംഘപരിവാർ പറയുന്നത്. അതുപോട്ടെ, അവർ ഒരു 3 33% ഉണ്ടോ, അത് കറക്റ്റാണ്. എന്നിട്ടും പറഞ്ഞ് 23% ഏറ്റവും കൂടുതൽ. പോട്ടെ, 23% ജയശങ്കർ വക്കീൽ കേൾക്ക്, ശ്രദ്ധിച്ച് കേൾക്ക്, ക്ഷമപൂർവ്വം കേൾക്ക്. ഇതാരെങ്കിലും അദ്ദേഹം ടിവിയിൽ എത്തിക്കാൻ കിട്ടുന്നുണ്ടാവും. 23% ഈഴവ വിഭാഗത്തിൽ നിന്ന് 23% ഈഴവ വിഭാഗത്തിന് കഴിഞ്ഞ ഇലക്ഷൻ വരെ, കഴിഞ്ഞ മുമ്പിൽ 75 മുതൽ 80%, ഇപ്പോൾ 80 മുതൽ 80% വരെയാണ് LDFിലേക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് ഈഴവ വിഭാഗത്തിൽ. പണ്ടുകൊണ്ട് കൊണ്ട് ഈ വരുന്ന 26 അത് 90% വരെ ആകും. കാരണം പിണറായി സഖാവ് 3ാമതും ആകും എന്ന് പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി ഉൾപ്പെടെ ടീം ഈഴവ വിഭാഗത്തിൽ 90% വോട്ട് ആർക്ക് പോകും? ഈ LDFിന് പോകും. ഞാൻ ജയശങ്കർ പേരെടുത്തോന്നുകൂടി പറയാണ്, പോകും. ബാക്കി 10% ഉള്ളത്. അതിൽ പകുതിയെങ്കിലും BJPക്കും, ബാക്കി പകുതിയാണ് UDFിന് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDFിന് കിട്ടുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. 100 വോട്ട് ചെയ്യുമ്പോൾ 23% 1 വോട്ടാണ് കിട്ടുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDFിന് ഈഴവ വിഭാഗത്തിൽ 100 വോട്ട് പോൾ ചെയ്താൽ 1 വോട്ടാണ് UDFിന് കിട്ടുന്നത്. മനസ്സിലാക്കണം വിജയശങ്കർ. ഇനി നായർ വിഭാഗം, നിങ്ങൾ നായർ വിഭാഗം 9%. അത് കഴിഞ്ഞ ഇലക്ഷനിൽ പകുതിയിൽ കൂടുതൽ നായന്മാർ വോട്ട് ചെയ്യിക്കുന്നത് RS സംഘപരിവാറിനാണ്, അല്ലെങ്കിൽ BJPക്കാണ്. ഇത്തവണ 7% പേര്, ആകെ 9% 7% പേര് പോകും. ബാക്കി 2% താഴെയുള്ളൂ. എന്ന് പറഞ്ഞാൽ 110 വോട്ട് ചെയ്യുമ്പോഴാണ് 1 വോട്ട് ആർക്ക് കിട്ടുന്നത്? UDFിന് കിട്ടുന്നത്. മനസ്സിലായോ? ഇനി ക്രിസ്ത്യൻ സമുദായം
ഇവിടെ ഇന്നും പറഞ്ഞ് സഭയുടെ ഒരു സപ്പോർട്ടും സഭയില്ലെങ്കിൽ പിന്നെ ഇടുക്കി പിന്നെ കോട്ടയം പത്തനംതിട്ട എന്നൊരു രക്ഷപ്പെടില്ല എന്ന് ശരിയാണ്, കുറച്ച് സാധ്യതയുണ്ട്. എന്നാൽ നോക്കാം, ജനസംഖ്യ നോക്കാം. 16% അവിടെ ആകെയുള്ളൂ കേരളത്തിൽ. അത് 6% കൺവെർട്ട് ക്രിസ്ത്യാനാണ്. അവരെന്തെടുക്കുന്നത്, അവർ ക്രിസ്ത്യാനിയല്ല പിന്നെ പൊലേനും അല്ലാത്ത രീതിയിൽ തൃശങ്കുൽ നിൽക്കുകയാണ്. ബാക്കി 10% ഉള്ളത്. ഈ 10% 40% അല്ലെങ്കിൽ 4% ഈ RC ഉള്ളു, ലോമൻ കാത്തേക്കുള്ളു. ബാക്കി 6% ഉള്ളത് ലത്തീൻ കത്തോലിക്ക. എന്നിട്ടും ആ 4% ഉള്ളിൽ നിന്ന് ഒരാൾ APC പ്രസിഡന്റ് ആകണം എന്നുള്ളൂ. ടോപ്പ് ലെവൽ ഇറ്റലിയിൽ നിന്ന് പോലും തീരുമാനം എടുത്ത്, അതായത് ഇവിടുത്തെ സഭ ഇറ്റലിയിൽ പറയും, ഇറ്റലി വിളിച്ച് സോണിയയിൽ പറയും, സോണിയ വിളിക്കും ഇത് 4% വേണ്ട അവർ തന്നെ ആകണമെന്ന് പറയും. അങ്ങനെയാണ് ഈ കത്തോലിക്കനെ പ്രസിഡന്റാക്കി വെച്ച്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇത്ര വോട്ട് കിട്ടും. ഈ 10% രണ്ട് എല്ലാം വെച്ച് നോക്കിയാലും ഒരു 5 വോട്ടാണ് UDF കിട്ടുന്നത്. ബാക്കി ഒരു 3 വോട്ട് LDF പോകും, 2 വോട്ട് മിക്കവാറും ഇത്തവണ BJPക്ക് പോകും. ഇതാണ് കിട്ടുന്നത്. പിന്നെ ദളിതുകളിൽ 12% LDF ബാക്കി 30% ഉണ്ട്. അതിൽ ഒരു 10% BJPയും ബാക്കി 20% UDF കിട്ടും. അപ്പോഴെത്ര കിട്ടും? ആകെ 10% അതിൽ 22% വരെ 2% 100 വോട്ട് 2 വോട്ട് കിട്ടുന്നത്. അതുകൊണ്ട് മാത്രം UDF ജയിക്കുമോ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് UDF ജയിക്കുന്നത്? ബാക്കി ഒരു 40% മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. അത് വിജയശങ്കറിന് അറിയില്ലെങ്കിൽ പറയാണ്. അതിൽ 3% മാത്രമാണ് ഇത്തവണ LDFന് പോകുള്ളൂ. ബാക്കി 97% UDF അനുകൂല. അതിന് കാരണം പറഞ്ഞ് മനസ്സിലാക്കി. അത് UDFയുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ LDFയുടെ വിരോധം കൊണ്ടല്ല. UDF ഇത്തവണ ജയിച്ചില്ലെങ്കിൽ UDFും തീരും, LDFും തീരും. അപ്പോൾ LDFനെ നിലനിർത്തണം, UDFനും അധികാരത്തിൽ കയറ്റണം. BJPയുടെ വളർച്ച ഒന്ന് തടയണം, അത്രേ ഉള്ളൂ. അല്ല നടക്കൽ. അങ്ങനെ ചെയ്യുമ്പോൾ 100 വോട്ട് ചെയ്യുമ്പോൾ 38 വോട്ട് കിട്ടുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് UDFനാണ്, 38 നമ്പർ. ഇവിടെ ആകെ 3ആയിട്ട് വിഭജിക്കേണ്ടത് 30, 60, 80. ഒരു 30-32% വോട്ട് കിട്ടുന്നവർക്കൂടെ ഭരിക്കാം. കാരണം ഇത്ര BJP 20% വോട്ട് എന്ന് പറയുമ്പോൾ ആകെ ഒരു 62-70% പോൾ ചെയ്താൽ ഒരു 30, 60, 80. അപ്പോൾ അതിന് 32% വോട്ട് കിട്ടിയാൽ ആൾക്ക് ഭരിക്കാം. ആ ഒറ്റ ശങ്കരെ മനസ്സിലാക്കുക, നിങ്ങൾ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കി കണക്കുതിരിച്ചോണ്ട്. ആ ഒറ്റ കാരണം UDF ഭരണത്തിൽ കയറിയിരിക്കും, സംശയമൊന്നുമില്ല. ഇനി അതിൽ കോൺഗ്രസ് എന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി സംഘപരിവാറിന് ഉള്ളിന് അനുകൂലം നിന്ന് 10 കോൺഗ്രസ് വോട്ട് ചെയ്തില്ല, മറിച്ച് വോട്ട് ചെയ്താൽ പോലും ഈ 38% കൊണ്ട് അത് മേക്കപ്പ് ചെയ്യും. ഇത് കണക്കാക്കിയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കടിപിടി വിടുന്നത്. അപ്പം നായർ മുഖ്യമന്ത്രി ആയിക്കോ കുഴപ്പമില്ല, ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ആയിക്കോ കുഴപ്പമില്ല, ദളിത് മുഖ്യമന്ത്രി ആയിക്കോ കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിം മുഖ്യമന്ത്രി ആകുന്ന ആഗ്രഹമില്ല. അതിന് പല കാലമുണ്ട്. പക്ഷെ അത് ഔദാര്യമായിട്ട് വേണം നിങ്ങൾ കണക്കാക്കാൻ, അല്ല നിങ്ങളുടെ അവകാശം കണക്കാക്കരുത്. ഇതൊന്നും പറയാൻ കോൺഗ്രസ് ഒരു അസനും ഇല്ല, ഒരു ആരും ഇല്ല. കോൺഗ്രസ് റാമൂളികളാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, എത്ര ഗ്രൂപ്പ് ഉണ്ടായിട്ടോ കേരളത്തിൽ കോൺഗ്രസ്സിൽ? 40-40% മുസ്ലിങ്ങളിൽ ഒരാൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കായിരുന്നല്ലോ. ഉണ്ടാക്കി മനോരമ പിള്ളേർ തകർത്തുകളാണ്. ശരിയാണ്. ആര്യാണ് വലിയ നേതാവ്. ആര്യായിട്ട് ഒരു ശക്തി രണ്ട് ആനയുടെ പുറകെ റാമൂളി എന്നത്. ആര്യാട്ടനും ആനണിയും തമ്മിൽ എൻ്റെ ആര്യാട്ടൻ സാറ് മരിച്ചൊരു പതിക്കല്ല. ആനയും ആടും പൊന്നയിലാണ്. ആന എവിടെ കേൾക്കുന്നു? ആര്യാട് എത്ര ശക്തരായ നേതാവായിരുന്നു, എത്ര സംഘാടകനാണ്, എത്ര പ്രാസംഗികനാണ്, എത്ര സാമ്പത്തിക ശേഷിയുള്ള ആളാണ്, എത്ര പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ആനയുടെ മുമ്പിൽ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഈ ആര്യാടൻ്റെ മുമ്പിൽ ഉമ്മൻചാണ്ടിയും ആനണിയും ഒന്നുമല്ലായിരുന്നു. എന്നിട്ടും ഈ ആര്യാടൻ പോലും പോയി ആനയുടെ ഉമ്മൻചാണ്ടിയുടെ പുറകിൽ പോയിന്ന്. വ്യക്തിത്വം ഇല്ലാത്ത മരിച്ചുപോയി പറ്റു കാലരി. അതിൽ അസന് അസൻ നിങ്ങൾ ഇത്രയും വണ്ണവും പൊടിയും ഒക്കെ ഇട്ടില്ല, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലേ? നിങ്ങളെന്തിനാ ഈ ആനയുടെ പുറകെ പോണ്? ആനയുടെ പുറകെ പോയിട്ട് വോട്ട് ചെയ്യുമ്പോൾ പോയി കാണിക്കും. അല്ല, കഴിവില്ല. അത് തന്നെ വേറൊന്നുമില്ല. ഞാനിപ്പോൾ പറയുന്നത് കുറ്റം. ഞാൻ എന്താ സ്വതന്ത്രമായിട്ട് നിൽക്കുമെന്ന് എനിക്ക് ഇതൊക്കെ തുറന്ന് പറയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ആഗ്രഹമുണ്ട് MLA ആകാനോ MP ആകാനോ അല്ലെങ്കിൽ മന്ത്രി ആകാനോ അല്ലെങ്കിൽ പാർട്ടി ആകാൻ. ഞാൻ അതിന് പോയി കഴിഞ്ഞാൽ എനിക്ക് തുറന്ന അഭിപ്രായം പറയാൻ പറ്റില്ല. തുറന്ന മനസ്സും വിരിഞ്ഞ മാറും തുറന്ന ഹൃദയം എന്ന് പറയുമ്പോൾ അങ്ങനെ തുറന്ന ഹൃദയം സംസാരിക്കാൻ പറ്റില്ല. ഓച്ചാഞ്ച് വെക്കണം. അത് പറ്റൂല. അത് നമ്മൾ സ്വതന്ത്രമായി നിൽക്കണത്. അത് ചെയ്തോ? അപ്പം ഇങ്ങനെ വരുമ്പോൾ UDF എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LDFിൻ്റെ വിരോധം കൊണ്ടോ UDFിൻ്റെ നേട്ടം കൊണ്ടല്ല. ഇതാണ് സാഹചര്യം. ഇത് LDF മനസ്സിലാക്കി. ഞങ്ങൾ തന്നെ LDFിൻ്റെ AK സെൻറ്ററിലേക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നറിയോ, LDF വിരോധം കൊണ്ടല്ല, ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയം വരുന്നുണ്ട്. ഒരു മുസ്ലിമിനെ പോലും സ്റ്റേജിൽ പോലും ഇരിക്കാൻ BJP സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു മുസ്ലിം പോലും MP ഇല്ല, മന്ത്രിയൊന്നുമില്ല. പിന്നെ നമ്മളെങ്ങനെ ഞങ്ങൾ ഈ 20% ടോട്ടലുള്ള ജനസംഖ്യയുള്ള സമുദായം, 40% കേരള സമുദായം എങ്ങനെ നമ്മൾ ഉള്ളുകൊണ്ട് സഹായിക്കാൻ പറ്റും? പക്ഷെ നമ്മൾ വെറുക്കുന്നില്ല, അത് രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്, തുറന്ന് പറയാണ്. അങ്ങനെ അതുകൊണ്ടാണ് UDF വോട്ട് ചെയ്യുന്നതല്ല, UDF മഹത്വം കൊണ്ടോ അവരുടെ കാലുവാരിൽ മനസ്സിലാക്കാത്തല്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, എനി കോസ്റ്റ്, ഏത് നിലയ്ക്കും അടുത്ത ഇലക്ഷൻ സമാധാനമായിട്ടും അല്ലെങ്കിൽ ന്യായം നടക്കുമെങ്കിൽ UDF ജയിച്ചിരിക്കും, UDF മുഖ്യമന്ത്രി ഉണ്ടാവും. അതിന് പിണറായി സഖാവും BJP എത്ര കാലിട്ടടിച്ചാലും എത്ര സപ്പോർട്ട് ചെയ്താലും ഭരണം ഉറപ്പാണ് UDF. അതറിയുകയും ചെയ്യില്ല അവർക്ക്. അതാണ് അവർ ഇത്രയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭരണം കിട്ടുന്ന ഉറപ്പുള്ളതെങ്കിൽ നിങ്ങൾ പരസ്പരം കാലുവാരി വോട്ട് കളഞ്ഞോ, എന്നാലും UDF ജയിക്കും. കാരണം നമ്മളല്ലേ 38 വോട്ട്, 100 വോട്ടിൽ 38 വോട്ട് UDF കിട്ടുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇത് ഒറ്റ ദിവസം കണക്കല്ല, വളരെ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി നിരന്തരമായ പ്രചരണ പരിപാടിയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും അല്ല സാർ ഇത്. ഞങ്ങൾക്ക് നേതാവാകാനോ മന്ത്രിയാകാനല്ല. അതുകൊണ്ടാണ് നിൽക്കും. അപ്പോൾ ജയശങ്കർ പറയുമ്പോൾ കോൺഗ്രസ് ശിഥിലമാകുന്നു പറഞ്ഞ് വെറുതെ പേടിപ്പിക്കണ്ട, മനക്കോട്ട് കെട്ടണ്ട. നിങ്ങൾ ബുദ്ധിമാനാണ്, നിങ്ങൾ സംസാരിക്കാറ് സ്വന്തം താമസിച്ചൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്നാലും ഇരിക്കുമല്ലോ, കോൺഗ്രസിനും RSനും ഒരുപോലെ കാണുന്ന ആളാണ്. അപ്പം മനസ്സിലായല്ലോ, ചെറുക്കന് വീട്ടുകാരെ കണ്ടപ്പോൾ അറിയാൻ എന്ന് പറഞ്ഞ പോലെ അപ്പം മനസ്സിലായല്ലോ നിങ്ങളുടെ നേച്ചർ എന്താണെന്നുള്ളത്. നിങ്ങൾ ഏത് തരക്കാണ് അതൊക്കെ നമ്മൾ മനസ്സിലായി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ നാളെ BJP പോയി, അതും കുഴപ്പമില്ല, അത് അവരുടെ അവകാശമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്ത് നിങ്ങൾ പോകരുത്. അതാണ് പ്രത്യേകമാണ്. ഭയപ്പെടുത്തേണ്ട, ശിഥിലമാകുകയില്ല. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താൻ പോകണം. ഇന്നലെ ഞാൻ പറഞ്ഞു പിന്നെ ഗുൽസാൽ നന്ദ, ഇന്ത്യയുടെ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഗുൽസാൽ നന്ദ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലായി. ഇന്നിപ്പോൾ ഉറുഗ്വ എന്നോട് ഒരു ചെറിയ രാജ്യമാണ്, വളരെ സാമ്പത്തിക പുറകെ കിടന്ന, അത് ജോർജ് മുജിക്ക എന്നൊരാൾ വന്ന് പ്രസിഡൻ്റായി എന്ന് ഭരണം ഒരു 5 വർഷം കൊണ്ട് അത് സമ്പന്നതയിൽ എത്തിച്ച് വളരെ ഉത്തരവായി. അദ്ദേഹം എന്താ അറിയുമോ, 2 വീടുള്ള പഴയ വീട്ടിൽ തന്നെ, മുറിയുള്ള പഴയ വീട്ടിൽ താമസിച്ചത്. അദ്ദേഹം ഒരു കൊട്ടാരം ഉപയോഗിച്ചില്ല. $1300 ശമ്പളം ഉണ്ടാവുക, അത് എടുത്തില്ല. വെറും 1300 എടുത്തുള്ളൂ. അതിലും 700 ഒരു അനാഥ പന്തിന് കൊടുത്ത് ബാക്കി 355, ബാക്കി $528 കൊണ്ട് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ഭാര്യ, ഒരു 3 കാലുള്ള പട്ടി, ഒരു കാല് പോയി. അങ്ങനെ ഒതുങ്ങി ജീവിച്ച് പോയ ഒരാളാണ്. അതാണ് ഇന്ത്യയുടെ പിന്നെ ഉറുഗ്വയുടെ പ്രസിഡന്റ്. ഗുൽസാൽ നന്ദയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്നത്തെ പ്രധാനമന്ത്രിമാരോ ഇന്നത്തെ മുഖ്യമന്ത്രിമാരോ പിന്നെ കോടികളുടെ സ്വത്തുണ്ടാക്കി എന്തെല്ലാം സുഖലോലും ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കേരള മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ്. വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച വകയിൽ എത്ര 1000 കോടി രൂപ. ഇപ്പോൾ 4ാം മന്ത്രിസഭയുടെ 2ാം മന്ത്രിസഭ 4ാം വാർഷികം എത്ര ആയിരങ്ങൾ മുടക്കും. എന്താ പ്രചരണം, കേരളം മുഴുവൻ പോസ്റ്റർ ഒക്കെ ആയിട്ടാണ്. അങ്ങനെ പോസ്റ്റ് വച്ചുകൊണ്ട് വോട്ട് കിട്ടൂല പിണറായിജി. ജനങ്ങളുടെ ഇടയിൽ കയറി ചെന്ന് ഇളയങ്ങളിൽ നല്ല അഭിപ്രായം പറയണം. ഞാൻ ശാന്തമാണ്. ഇപ്പോൾ എന്ത് പോരായി കണ്ടെങ്കിലും നമ്മുടെ സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് ശാന്തനാണ് പുള്ളി. ആരെന്ത് പറഞ്ഞാലും ക്ഷമയോടെ കേൾക്കും. അയാളുടെ വിവരമുണ്ട്, വിവേകമുണ്ട്, അറിവ് മാത്രം വരെ തിരിച്ചറിവുണ്ടാകണം. പല നേതാക്കളും ഈ തിരിച്ചറിയില്ലാതെ പോയി നമ്മുടെ സതീശനും പിന്നെ സുധാകരനും. അറിവുണ്ട്, തൻ്റെ ഇടമുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട്, തിരിച്ചറിവില്ല. തിരിച്ചറിവുണ്ടായത് 2 പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ആ മേക്കിന് വേണ്ടിയൊക്കെ ആവശ്യത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ? എത്ര പിണക്കോട്ടിയിലും അത് ഉള്ളിൽ ഒതുക്കണ്ടേ? അത് കൊടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് സാധിക്കുന്നില്ല. അതാണ് പൊട്ടിത്തെറി. ഒരു KPCC പ്രസിഡന്റൊക്കെ എത്ര നയത്തിൽ നിൽക്കണം. ഇന്നലെ ഞാൻ ഞാൻ പറയുന്നില്ല, എത്ര നയത്തിൽ നിൽക്കണം. ഒരു പ്രതിപക്ഷ നേതാവ് എത്ര നയത്തിൽ നിൽക്കണം. ഉണ്ടോ സതീഷ്? അതുണ്ടായോ? അവിടെയാണ് വിഷയം. അത് സണ്ണി ജോസഫിന് ഇഷ്ടംപോലുണ്ട്. അതാണ് ഇപ്പം പ്രവാചകൻ മുഹമ്മദ് നബി, അള്ളാഹു എൻ്റെ കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത സാമാന്യൊരു ആട്ടിടേനെ. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം ചെരിഞ്ഞാൽ പിന്നെ അത് മതി. ദൈവത്തെ അനുഗ്രഹം ഇല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമില്ല. എത്ര പേര് വിജയിക്കാതെ പോയി. അതുപോലെ പബ്ലിക്കിൽ പൊതുജനങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ സണ്ണി ജോസഫിന് ധാരാളം KPC പ്രസിഡന്റ്.
കത്തോലിക്കൊന്നും കുഴപ്പമില്ല, സണ്ണി ജോസഫിൻ്റെ അധികമാണെങ്കിലുള്ളൂ. അപ്പോൾ സണ്ണി ജോസഫ് സാറ് നിങ്ങൾ നിരാശപ്പെട്ട കാര്യമില്ല. ജനങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ നയിക്കുന്ന ഒരു മുന്നണിക്ക് അധികാരത്തിൽ കയറ്റും. അത് ജയശങ്കർ വക്കീൽ എത്രയൊക്കെ ശിഥിലീകരണം പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് ABC ചാനൽ എത്രയൊക്കെ പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യയിൽ 26-ൽ കേരളത്തിൽ 26-ൽ ഒരു അസംബ്ലി ഇലക്ഷൻ നടക്കുമെങ്കിൽ, ന്യായമായിട്ട് നടക്കുമെങ്കിൽ UDF അധികാരത്തിൽ കയറിയിരിക്കും. UDFൽ മുഖ്യമന്ത്രി ഉണ്ടാവും. അത് 38% വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി വേണ്ട. ബാക്കിയുള്ള 10%, 9%, 12% ദളിതൊക്കെ ആയിക്കോളും, ഒരു കുഴപ്പമില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.